പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, ഉദ്യോഗാർത്ഥികളെ, ടീച്ചേഴ്സ് ക്ലബ് PC-യുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നും ഇതൊരു വേക്കൻസി നോട്ടിഫിക്കേഷൻ ആണ്. വേക്കൻസി നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ, എയ്ഡഡ് കോളേജിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസറുടെ വേക്കൻസി നോട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, നിങ്ങളിവിടെ ഇതിൽ കാണുന്നുണ്ടായിരിക്കും മിർസ ഗാലിബ് കോളേജ്, അവിടേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസറുടെ വേക്കൻസി നോട്ടിഫിക്കേഷൻ ആണ്. ഇത് പറയുന്നതിന് മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ജസ്റ്റ് വീഡിയോ ആദ്യമായിട്ട് എത്തുന്നവർ അല്ലെങ്കിൽ കാണുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യുക. എന്നാൽ മാത്രമാണ്, വേറൊരു ഉദ്ദേശ ലക്ഷ്യമില്ല, എന്നാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ഒത്തിരി എൻഗേജ്ഡ് ആയിട്ട് ഒത്തിരി സുഹൃത്തുക്കളിലേക്ക്, അധ്യാപകരിലേക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരിലേക്ക് എത്തപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ജസ്റ്റ് അത് ചെയ്യണമെന്ന് പറയുന്നത്. താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ താഴെ കാണുന്ന പോലെ തന്നെ KBS, NBS, EMRS, അതുപോലെ തന്നെ CTET-ന്റെ അഡ്മിഷൻ, KTET, അതുപോലെ തന്നെ LPUP ലോങ് ടേം, ഫിഷറീസ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ ജസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. RRB ടീച്ചറിന്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, RRB ടീച്ചറിന്റെ എക്സാംസ് സെപ്റ്റംബറിലാണ്, ഡേറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇതിലേക്കൊക്കെ ജോയിൻ ചെയ്യുന്നതിനും അല്ലെങ്കിൽ സംശയങ്ങൾ ചോദിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ ഉള്ള നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് 77 36 75 0473 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജിൽ ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതിലൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഓരോ ബാച്ചിന്റെയും ലിങ്ക് അവൈലബിൾ ആണ്. അത് KBS ആയിക്കോട്ടെ, ഫിഷറീസ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, CTET ആയിക്കോട്ടെ, LPUP ആയിക്കോട്ടെ, അതിന്റെയൊക്കെ ലിങ്കുകൾ അവൈലബിൾ ആണ്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലുകളുടെ ലിങ്ക്, ടെലഗ്രാം ചാനലുകളുടെ ലിങ്ക് എല്ലാം അവൈലബിൾ ആണ്. അതിലും ഈ പറയുന്ന എല്ലാ നോട്ടിഫിക്കേഷനുകളുടെയും PDF ഫോർമാറ്റുകളെല്ലാം, അതിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതിലും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. മിർസ ഗാലിബ് കോളേജ്. ഓക്കെ, അപ്പൊ മിർസ ഗാലിബ് കോളേജിന്റെ അസിസ്റ്റന്റ് പ്രൊഫസറുടെ നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങളോട് ഇനി പറയാനായിട്ടുള്ളത്. അപ്പം ഇതും ഞാൻ വീഡിയോ ഒത്തിരി നീണ്ടു പോകുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാറില്ല. നിങ്ങളുടെ ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചു തരികയാണ് കൂടുതലും ചെയ്യുന്നത്. ഇനി നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് വീഡിയോ ലെങ്ത് കൂടും, ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറഞ്ഞ് പോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ കയറുക. അതായത് മിർസ ഗാലിബ് കോളേജ് എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ മിർസ ഗാലിബ് കോളേജ് gaya.ac.in എന്നും പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാലും കിട്ടും. അതിൽ കയറിയിട്ട് നിങ്ങൾ ഇവിടെ വേക്കൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വേക്കൻസീസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം വരും. ഓക്കെ, ഈ ഒരു പേജ് വരും. ഈ പേജിൽ നിങ്ങൾ വേക്കൻസി നോട്ടീസ് ഫോർ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് പ്രൊഫസർ, അപ്പോയിന്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് പ്രൊഫസർ, ആപ്ലിക്കേഷൻ ഫോം ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് പ്രൊഫസർ, നിങ്ങളുടെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ആപ്ലിക്കേഷൻ, ക്ലാരിഫിക്കേഷൻ നോട്ടീസ് എല്ലാം ഇവിടെ PDF ഫോർമാറ്റിൽ കിടപ്പുണ്ട്. അതിൽ ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് കിട്ടും. ഇതാണ് ഫസ്റ്റ് അതിന്റെ നോട്ടിഫിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു PDF ഇവിടെ കിടക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. നോക്കിയോ, മിർസ ഗാലിബ് കോളേജ് ഗയ, a Muslim minority deficit grant in aided college affiliated under Magadha University, Bodh Gaya, Bihar. Okay, അപ്പം മഗധ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എയ്ഡഡ് കോളേജ് ആണ്, ഒരു മുസ്ലിം മൈനോറിറ്റി ഡെഫിസിറ്റ് ഗ്രാൻഡ് എയ്ഡഡ് കോളേജ് ആണ് ഈ മിർസ ഗാലിബ് കോളേജ് ഗയ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയാണ് അസിസ്റ്റന്റ് പ്രൊഫസർ വേക്കൻസിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇതിന്റെ നോട്ടിഫിക്കേഷനിൽ കിടക്കുന്നുണ്ട്. എന്താണ് ക്വാളിഫിക്കേഷൻസ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുമ്പോൾ എന്തെല്ലാം അയക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ നമ്പർ ഓഫ് പോസ്റ്റ് അത് പറയാം. സുവോളജി 2 പോസ്റ്റ്, ഫിസിക്സ് 1, കെമിസ്ട്രി 1, മാത്തമാറ്റിക്സ് 2, ഉറുദു 1, എക്കണോമിക്സ് 2, ഇംഗ്ലീഷ് 1, ഹിസ്റ്ററി 1, ബോട്ടണി 2, സൈക്കോളജി 2, കൊമേഴ്സ് 5. ഓക്കെ, അപ്പൊ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്.
പിന്നെ ഇതിന്റെ പേ ലെവൽ 10th പേ മാട്രിക്സ് ലെവലാണ്. മറ്റുള്ള പോസ്റ്റുകളെ പോലെ തന്നെ ഏകദേശം 1 lakh above സാലറി വരുന്ന ഒരു പോസ്റ്റാണ്. പിന്നെ എടുത്തു കാണിക്കുന്നത്, ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. 55 ഇയേഴ്സ്. ഓക്കെ, 55 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ഡിസിപ്ലിൻ, അതായത് ക്വാളിഫിക്കേഷൻ, എലിജിബിലിറ്റിയുടെ കാര്യം ഓരോന്നും പറയുന്നുണ്ട്. ബേസിക് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് PG 55% മാർക്ക് പ്ലസ് നെറ്റ് ആണ്. ഓക്കെ, നെറ്റ് ആണ്. പിന്നെ സ്ലെറ്റ് നിങ്ങൾക്ക് ഉണ്ട്, ഇവിടെ കേരളത്തിൽ ഇല്ല, വരുന്നുണ്ട്, മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ട് സ്ലെറ്റ്. നെറ്റോ സ്ലെറ്റ് പരിഗണിക്കുന്നതായിരിക്കും. പിന്നെ ഈ നെറ്റും സ്ലെറ്റും അല്ലെങ്കിൽ JRF ഒന്നും ഇല്ലാതെ PhD ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് PhD ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ കാര്യങ്ങൾ 1 by 1 ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സെലക്ഷൻ പ്രോസസ് ഇവിടെ പറയുന്നുണ്ട്. ക്രൈറ്റീരിയ ഫോർ ഇവാലുവേഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ ഡിറ്റർമിനിങ് ദെയർ എലിജിബിലിറ്റി ഫോർ ദെയർ ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് ദ ഇന്റർവ്യൂ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കമ്മിറ്റി ഫോർ സ്ക്രീനിങ് ആൻഡ് ഷോർട്ട് ലിസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ്, ക്രൈറ്റീരിയ ആൻഡ് പ്രോസസ്സസ് താഴെ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ ക്രൈറ്റീരിയ, ഇവാലുവേഷൻ, നിങ്ങളുടെ എലിജിബിൾ ആവുന്നതിന് ഇവാലുവേഷൻ പറയുന്നുണ്ട്. ഗ്രാജുവേഷൻ എത്ര പെർസെന്റേജ് ആണെന്നും അതിന്റെ മാർക്ക് എത്രയാണ് തരുന്നതെന്നും പോസ്റ്റ് ഗ്രാജുവേഷൻ എത്രയാണ് തരുന്നതെന്നും അതിൽ SC/ST കാൻഡിഡേറ്റിന് അല്ലെങ്കിൽ OBCക്ക് എത്ര പെർസെന്റേജ് ആണെന്നുള്ളതും MPhilന് എത്രയാണ് മാർക്ക്, PhD, അപ്പൊ അതിന്റെ ഓരോ എലിജിബിലിറ്റി, നെറ്റ് ഉള്ളവർക്ക് എത്രയാണ്, അല്ലെങ്കിൽ സ്ലെറ്റ് ഉള്ളവർക്ക് എത്രയാണ് എന്നുള്ള കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ റിസർച്ച് പബ്ലിക്കേഷൻ എത്ര മാർക്കാണ്, നിങ്ങൾക്ക് ടീച്ചിങ് പോസ്റ്റ് വർക്കുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ എത്ര മാർക്കാണ്, എന്തെങ്കിലും അവാർഡ്സുകൾ ഉണ്ടെങ്കിൽ എത്ര മാർക്കാണ്, നാഷണൽ ലെവൽസോ സ്റ്റേറ്റ് ലെവലുള്ള അവാർഡ്സ് ഉണ്ടെങ്കിൽ എത്ര മാർക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയണം. അപ്പൊ ഇത് വെച്ചുകൊണ്ടാണ് അതായത് MPhil പ്ലസ് PhD മാക്സിമം 30 മാർക്ക്, JRF നെറ്റ് സെറ്റ് 70. ഈ സെറ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സെറ്റ് അതായത് നമ്മുടെ സ്റ്റേറ്റിലെ, കേരള സ്റ്റേറ്റിലെ സെറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ സ്റ്റേറ്റിലെ ഹയർ സെക്കൻഡറി അധ്യാപകരാകാനുള്ള ജസ്റ്റ് അല്ലെങ്കിൽ ആ പരീക്ഷ എഴുതാനുള്ള യോഗ്യത മാത്രം. ബട്ട് അതർ സ്റ്റേറ്റ്സ് ലൈക്ക് വെസ്റ്റ് ബംഗാൾ, കർണാടക പോലുള്ള എക്സെട്ര സ്റ്റേറ്റുകൾക്ക് സെറ്റ് എഴുതി കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റും, ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള യോഗ്യതയാണ് സെറ്റ്. സ്ലെറ്റ് അല്ല, സെറ്റ് കേട്ടോ, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ JRF നെറ്റ് ഓർ സെറ്റ് 7 മാർക്ക്. ഇൻ അവാർഡ് കാറ്റഗറി 3 മാർക്സ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ടു ബി കോൾഡ് ഷാൽ ബി ഡിസൈഡ് ബൈ ദ കോളേജ്. അക്കാഡമിക് സ്കോർസ് 80, റിസർച്ച് പബ്ലിക്കേഷൻ 10, ടീച്ചിങ് എക്സ്പീരിയൻസ് 10. അങ്ങനെ ടോട്ടൽ 100 മാർക്കാണ് നിങ്ങളെ സ്ക്രീനിങ് ചെയ്യുന്നത്. ആ സ്ക്രീനിങ് ചെയ്തതിനു ശേഷം നിങ്ങളെ ഇന്റർവ്യൂവിന് ക്ഷണിക്കും. അപ്പൊ അതിൽ അയക്കാനുള്ള എന്തൊക്കെയാണ് വെച്ച് അയക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. ഇത് അവരുടെ നോട്ടിഫിക്കേഷൻ ആണ്, പത്രത്തിൽ വന്ന നോട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, ന്യൂസ് പേപ്പേഴ്സിൽ വന്ന നോട്ടിഫിക്കേഷൻ ആണ്. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് 1/8/2025 വിളിച്ചിട്ടുണ്ട് റിക്രൂട്ട്മെന്റ് നോട്ടീസ്. അതുപോലെ തന്നെ താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് മിർസ കോളേജ്, ഈ ഒരു നോട്ടിഫിക്കേഷൻ റിക്രൂട്ട്മെന്റ് നോട്ടീസ് മിർസ ഗാലിബ് കോളേജ് ഗയ 1/8/2025. ആപ്ലിക്കേഷൻ ആൻഡ് മെറിറ്റ് പ്രിസ്ക്രൈബ് പത്രത്തിലും കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ സാലറി ഞാൻ പറഞ്ഞു പേ 10th ലെവലാണ് 57,700, 1,82,000. അപ്പോൾ 1 lakh above കിട്ടും ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത് പത്രത്തിലും പബ്ലിഷ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഫോംസ് അത് ഫസ്റ്റ് ഇതാ ഇവിടെ ഞാൻ കാണിച്ചത്. ഇവിടെ നിങ്ങൾക്ക് എല്ലാം ഡൗൺലോഡ് എടുക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് മിർസ ഗാലിബ് കോളേജ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കയറുമ്പോഴത്തേക്ക് ഇവിടെ വേക്കൻസീസിൽ ഈ വേക്കൻസിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഞാൻ മുമ്പ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കിട്ടും. അവിടെ നിന്ന് എടുത്ത് നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, പലരും ചോദിക്കുന്നുണ്ട് ഈ അതർ സ്റ്റേറ്റിന്റെ വേക്കൻസികൾ നോട്ടിഫൈ ചെയ്യുമ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ പോലുള്ള ടീച്ചിങ് പോസ്റ്റുകളൊക്കെ നോട്ടിഫൈ എന്തുകൊണ്ട് കേരളത്തിലൊന്നും വരുന്നില്ല? കേരളത്തിൽ വിളിക്കുന്നില്ലല്ലോ. കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസറിനെ ഇതുവരെയും വിളിക്കുന്നില്ല, എത്രയോ നാളായി വിളിക്കുന്നില്ല. അല്ലെങ്കിൽ ടീച്ചിങ്ങിന്റെ നമ്മുടെ LP, UP, HSA, HSS ചുരുക്കം തുലവും തുച്ഛമായ പോസ്റ്റുകളിലേക്ക് വിളിക്കുന്നുണ്ട്, നിയമനം നടത്തുന്നുണ്ട് കുറച്ചൊക്കെ. ഓക്കെ, ബട്ട് അതർ സ്റ്റേറ്റ്സുകൾ നമ്മൾ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന്റെ നോട്ടിഫിക്കേഷനും അല്ല അതിന്റെ ക്ലാസ്സുകളും കാര്യങ്ങളുമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ എന്നുള്ള ലെവലാണ് നമുക്ക് ഇന്നത്തെ അത്യാവശ്യം എന്ന് പറയുന്നത് ജോലി നേടുക എന്നുള്ളതാണല്ലോ. എവിടെയായിരുന്നാലും ഒരു ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം റെഗുലർലി ഇൻകം ലഭിക്കുന്ന ഒരു നല്ലൊരു ജോലി, അത് ടീച്ചിങ് പ്രൊഫഷൻ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ലഭിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ കേരളമാണോ, തമിഴ്നാടാണോ, ആന്ധ്രയാണോ, UP ആണോ എന്നുള്ള നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, എവിടെയാണോ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക, പരീക്ഷ എഴുതുക, ജോലി നേടുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് എല്ലാ സ്റ്റേറ്റ്, ഇപ്പൊ കേരളം വിളിച്ചു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് നോട്ടിഫൈ ചെയ്യും, നമ്മൾ പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ ഇപ്പം അതർ സ്റ്റേറ്റുകളിലേക്ക്, അതർ യൂണിവേഴ്സിറ്റികളിലേക്കാണ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ, ഗവൺമെന്റ് കോളേജുകൾ,
എയ്ഡഡ് കോളേജുകൾ ഇതൊക്കെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞു തരുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ ചോദിക്കാം. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് വിടുക, അത് ഹൈപ്പ് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾ ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം അടുത്ത ഒരു വേക്കൻസി നോട്ടിഫിക്കേഷൻസ് ഇതേപോലെ തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അത് കേരള ആണെങ്കിൽ കേരള, അതർ സ്റ്റേറ്റ് ആണെങ്കിൽ അതർ സ്റ്റേറ്റ്സ് അറിയിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം, ജയ് ഹിന്ദ്.